ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധം. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്തുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ജാമ്യാപേക്ഷ ഇന്ന് നൽകേണ്ട എന്നാണ് സഭയുടെ തീരുമാനം. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 2 കന്യാസ്ത്രീകളും ദുർഗ് സെൻട്രൽ ജയിലിലാണ് നിലവിൽ കഴിയുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ്. അജീഷ്, വലിയ വ്യാപകമായ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഒപ്പം തന്നെ കേരളത്തിലുള്ള ജനപ്രതിനിധികൾ അവിടെ പാർലമെന്റിലും ഈ വിഷയം ഇന്ന് ഉയർത്തി പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? അവിടെ ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോയ 2 സ്ത്രീകളെയാണ് ഈ പറയുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി രക്ഷിതാക്കളുടെയൊക്കെ സമ്മതപത്രം ഉൾപ്പെടെ ഉണ്ട്. എന്നിട്ടുകൂടിയാണ് ഈ രീതിയിലുള്ള നടപടി അവിടെ ഉണ്ടായത്. എന്താണ് ഛത്തീസ്ഗഡ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രജൻ, എന്തായാലും ഈ 2 കന്യാസ്ത്രീകൾ അവർ വർഷങ്ങളായി തന്നെ ഈ ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ഈ പ്രീതി മേരിയൊക്കെ വർഷങ്ങളായി തന്നെ ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ തോറും അവർ ഈ ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടികളെയും അവർ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം ഇവരെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടവരാണ്. നാരായൺപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സാധു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ പെൺകുട്ടികൾ. അവരെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി അവർക്ക് ഈ ആഗ്രയിലുള്ളവരുടെ കോൺവെന്റിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് ആഗ്രയിൽ നിന്ന് ഈ 2 കന്യാസ്ത്രീമാരും 24-ാം തീയതി ട്രെയിൻ മാർഗം ഈ ദുർഗിലെത്തുന്നത്. അതിനുശേഷം 25-ാം തീയതി രാവിലെ തിരിച്ച് ട്രെയിനിൽ തന്നെ ആഗ്രയിൽ പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്തിയത്. പക്ഷേ രാവിലെ അവിടെ എത്തിയ ഒരു ബജ്രംഗദൾ പ്രവർത്തകനാണ് ഈ 3 പെൺകുട്ടികളെ, അത് ടിക്കറ്റ് കയ്യില്ലാത്തത് സംബന്ധിച്ച് ഒരു തർക്കം നടന്നിരുന്നു. അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബജ്രംഗദൾ പ്രവർത്തകരെ വിളിച്ച് വരുത്തുകയും ഒപ്പം തന്നെ RPFന് ഇവരെ കൈമാറുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇവരെ പരസ്യ വിചാരണ നടത്തിയത്. അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതിനുശേഷം ഇവരുടെ നിർബന്ധത പ്രകാരമാണ് പോലീസ് ഈ 2 ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നത്. അതായത് നിർബന്ധിത മതപരിവർത്തനം, ഒപ്പം തന്നെ മനുഷ്യക്കടത്ത്. 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് പോലീസ് ചുമത്തി. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി. എന്നെന്തായാലും ഈ ജാമ്യാപേക്ഷ നൽകുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ സഭ തന്നെ ഒരു പ്രൊവിൻഷ്യലിലെ ഇങ്ങോട്ടേക്ക് അയച്ചിരുന്നു. കൂടാതെ നിയമസഹായത്തിനായി അഭിഭാഷകനും ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇന്ന് ജാമ്യാപേക്ഷ നൽകാനായി തീരുമാനിച്ചിരുന്നതാണ്. പിന്നീടാണ് ഇവരുടെ ഭീഷണിയെ തുടർന്ന് അതിലെ ഒരു പെൺകുട്ടിയുടെ മൊഴിയിൽ ചില വ്യത്യാസങ്ങൾ വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ഈ പണം വാഗ്ദാനം, അല്ലെങ്കിൽ പണം നൽകാം, ജോലി ചെയ്താൽ പണം നൽകാമെന്ന് പറയുന്ന ഒരു ഭാഗം ഇവർ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. പക്ഷേ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ എന്താണ് ഇതുവരെയ്ക്കും പുറത്തു വന്നിട്ടില്ല. ആ മൊഴിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം ജാമ്യാപേക്ഷ നൽകിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ സഭാ പ്രതിനിധികൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം നാളെയോ ഏറ്റവും അടുത്ത ദിവസം തന്നെ ജാമ്യാപേക്ഷ നൽകും. നിലവിൽ എന്തായാലും ദുർഗ് സെൻട്രൽ ജയിലിലാണ് ഈ 2 കന്യാസ്ത്രീമാരും കഴിയുന്നത്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം രാജ്യമൊട്ടാകെ തന്നെ ഉയർന്നുണ്ട്. പാർലമെന്റിൽ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഛത്തീസ്ഗഡ് സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടലൊന്നും നടത്തുന്നില്ല. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഇടപെടൽ തേടി MP-മാരടക്കം കത്തുകൾ അയച്ചിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടുത്തെ നിയമസഭയിലടക്കം അത്തരത്തിലുള്ളൊരു മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഏത് സാധ്യത രാഷ്ട്രീയമായി നിയമപരമായി ഇവരെ പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതയാണ് സഭ ഇപ്പോൾ ആലോചിക്കുന്നത്. അജീഷ് ജയകുമാറാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.